നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി ഇന്നേ ദിവസം നമുക്കെതിരെ പ്രവർത്തിക്കുന്ന, ശബ്ദിക്കുന്ന, നിലനിൽക്കുന്ന എല്ലാ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യും, തുടച്ച് നീക്കം ചെയ്യും. അത് ആരിലൂടെ, എവിടെ നിന്ന്, എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിനെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഹെബ്രായർ 10:19 വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം നീക്കം ചെയ്യുകയാണ്. നമ്മൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം ഒരു പദ്ധതിയിലേക്ക് നമ്മളെ മുൻപോട്ട് നയിക്കുമ്പോൾ അതിനെ തടസ്സം നീക്കുവാൻ, ബ്ലോക്ക് ചെയ്യുവാൻ ദുഷ്ടശക്തികൾ, ദുഷ്ടാരൂപികൾ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ശ്രമം ക്രൂശിൽ കർത്താവ് തൻ്റെ പരിഹാര ബലിയിൽ ആ ദുഷ്ടശക്തികളെ തകർത്തതാണ്, പരാജയപ്പെടുത്തിയതാണ്. അവയുടെ മേൽ ദൈവം നേടിയ വിജയത്തിൻ്റെ ശക്തിയാണ് നമ്മൾ യേശുവിൻ്റെ രക്തം എന്നുള്ളത്. യേശുവിൻ്റെ രക്തം ജയം എന്ന് പറയുമ്പോൾ ദുഷ്ടശക്തികളുടെ മേൽ ദൈവം നേടിയെടുത്ത വിജയത്തിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ പറയും, യേശുവിൻ രക്തം ജയം. നദരം തുറന്ന് പറഞ്ഞ് യേശുവിൻ രക്തം ജയം. ഇപ്പം നിങ്ങളൊരു ബാങ്കിൽ പ്രവേശിക്കുക, അവിടെ ഒരു മാനേജർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ വർക്ക് പ്ലേസിലെ നിങ്ങളുടെ ജോലിയിലെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഈ വ്യക്തി നിങ്ങൾ കുറേ വർഷമായിട്ട് അറിയാം, പക്ഷെ ആ വ്യക്തി ഈ ഒരു പൊസിഷനിൽ കയറി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിലൂടെ ഒരു ദുഷ്ടാരൂപി പ്രവർത്തിക്കും. ദുഷ്ടാരൂപി ആ വ്യക്തി ഒരുപാട് മാറിപ്പോയി. ചിലരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ ജോലി ചെയ്യുന്ന, ഞാൻ കുറേ വർഷങ്ങൾ വർക്ക് ചെയ്ത ആൾക്ക് പ്രൊമോഷൻ കിട്ടി, അയാൾ വേറൊരു ഹയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്നോടുള്ള സമീപനം മാറി. നിന്നോടുള്ള സമീപനം ആ വ്യക്തിക്ക് മാറിയതല്ല, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒരു അരൂപി പ്രവേശിച്ചതാണ്. നമ്മൾ ബൈബിളിൽ ഉടനീളം സമാനമായ പല കാര്യങ്ങളും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ ജസബേൽ എന്ന് പറഞ്ഞൊരു രാജ്ഞിയുണ്ടായിരുന്നു. അപ്പം ഈ മനുഷ്യർ, കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം, മനുഷ്യരെ നമ്മൾ സ്നേഹിക്കണം, എന്നാൽ ഇവരിൽ പ്രവർത്തിക്കുന്ന അരൂപികളെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പലപ്പോഴും നമുക്ക് മാർഗതടസ്സമായി, മുൻപോട്ടുള്ള യാത്രയിൽ തടസ്സമായിട്ട് അങ്ങനെ നിൽക്കുന്ന അരൂപികളെ ഇന്ന് കർത്താവ് പിടിച്ചെടുത്ത് തൻ്റെ കുരിശിൽ കർത്താവ് നേടിയെടുത്ത ആ വിജയത്തിൻ്റെ കീഴിലാക്കിയേക്കുവാണ്. പക്ഷെ നമ്മളത് ഡിക്ലെയർ ചെയ്ത് നമ്മളതിനെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയെ അവിടെ വെളിപ്പെടുത്തണം. നമ്മുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടുത്തണം, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തണം, മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. അവിടെ വിശ്വാസം എന്ന ആയുധം ഉപയോഗിച്ച് ഈ ശക്തികളെ നമ്മൾ കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകത്തിൽ മറികടക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുകയാണ്, ഓവർകം ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്തിൽ നമ്മൾ കഴുകി പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങൾക്ക് എതിരായിട്ടൊരു വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്ത്, വരുമാന മാർഗത്തിൽ, ആ വ്യക്തിയെ യേശുവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞാൻ കഴുകുന്നു എന്ന് പറയുമ്പോൾ സാത്താന് ആ വ്യക്തിയുടെ മേലുള്ള ആ ഒരു ഇൻവേഷൻ ഉണ്ടല്ലോ, ആ ശക്തി അത് കുറയും, അത് വിട്ടുപോകും. കാരണം യേശുവിൻ്റെ രക്തം ഓൾറെഡി സാത്താനെ പരാജയപ്പെടുത്തുകയാണ്. അപ്പം പലപ്പോഴും പിശാച് നമുക്കെതിരെ ചെയ്യുന്നൊരു കാര്യം, വ്യക്തികളെ മുൻപിൽ കൊണ്ടുപോയി നിർത്തും. അപ്പം നമ്മൾ ഓർക്കും ആ വ്യക്തികളാണ് നമുക്കെതിരെ. ആ വ്യക്തികളല്ല എതിരെ ആ വ്യക്തികളല്ല, എനിക്കെതിരെ നിൽക്കുന്ന വ്യക്തികളല്ല എൻ്റെ അനുഗ്രഹത്തിനെതിരെ. എനിക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ കർത്താവിൻ്റെ പാദപീഠമാകേണ്ടതാണ്. ആ പാദപീഠമാക്കുവാൻ കർത്താവ്, അങ്ങനെ തന്നെ വചനത്തിൽ നമ്മൾ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 13-ാം വാക്യം, ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. യേശു ക്രൂശിൽ സാത്താനെ പരാജയപ്പെടുത്തി, ആധിപത്യങ്ങളെയും അധികാരങ്ങളും നിരായുധമാക്കി. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വീട്ടിലും പല കാര്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഈ വചനമാണ് അതിൻ്റെ കാരണം. എന്താണ് ആ വചനം? ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ഒരാൾ കാത്തിരിക്കുക. അപ്പം എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് പ്രശ്നം വന്നു, അതിൻ്റെ കാരണം എന്താ? അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശത്രുവിനെ കർത്താവ് പാദപീഠമാക്കുവാൻ കാത്തിരിക്കുകയാണ്. അതാണ് കാരണം. നമ്മൾ ജോലി സ്ഥലത്ത് പ്രശ്നം, വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ പറയും, ആ അച്ഛൻ, ആ വ്യക്തി, ആ മാനേജർ, ആ സപ്പോർട്ട് വർക്കർ, ആ സോഷ്യൽ വർക്കർ, ആ നേഴ്സ്, ആ ഡോക്ടർ, നമ്മൾ അവരുടെ പുറകെ പോകുന്നതിന് മുൻപ് വിശ്വാസത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യത്തെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ രക്തം തളിച്ച് കഴുകി പ്രാർത്ഥിക്കുക. ഇൻസ്റ്റന്റേനിയസ്ലി വിടുതല. ആ വ്യക്തി മന്ത്രവാദം ചെയ്തു, ആഭിചാരം ചെയ്തു, കൂടോത്രം ചെയ്തു, ഓക്കെ, അതിനെ പിന്നെ പ്രവർത്തിക്കുന്ന ഏത് ശക്തിയോ, ദുഷ്ടശക്തി, അതിനെ തകർക്കുവാൻ കർത്താവ് ഓൾറെഡി വില കൊടുത്തു കഴിഞ്ഞു. ഇനി നിന്നോട് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ആ വിശ്വാസത്തിൽ നീ യേശുവിനെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദുഷ്ടശക്തികൾ അവിടുന്ന് വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ സമാധാനം അവിടെ വ്യാപരിക്കും. ദൈവത്തിന്റെ സമാധാനം അവിടെ വ്യാപരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടും. ദൈവരാജ്യത്തിന്റെ ശക്തി ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും അത് പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുകയാണ്, പ്രവർത്തിക്കുവാൻ സജ്ജമായിരിക്കുകയാണ്.
എബ്രായ ലേഖനം 10:19 യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അപ്പൊ ഇന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആ വിശുദ്ധിയുടെ അഭിഷേകം നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ ജോലി മേഖലകളിലേക്ക്, വരുമാന മാർഗത്തിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുമ്പോൾ എല്ലാ ദുഷ്ടശക്തികളെയും ദൈവം കത്തിച്ച് ചാമ്പലാക്കും. ഹെബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ശത്രുക്കളെ തന്നെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ആ വ്യക്തി എനിക്കെതിരെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നുണ്ടല്ലേ, എന്തുകൊണ്ട് ആ വ്യക്തി മന്ത്രവാദം ചെയ്തത്, എന്തുകൊണ്ട് ആ വ്യക്തി എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കെതിരെ നിൽക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് അതിനുള്ള ഉത്തരം ദൈവം നൽകുകയാണ്. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. മനുഷ്യനല്ല ശത്രു, ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപിയാണ് ശത്രു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണ് നമുക്കതിനെ മറികടക്കാൻ പറ്റുന്നത്. ഇതിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം വചനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഓടി നടക്കും. പക്ഷെ ഇന്ന് വചനത്തിലൂടെ നമുക്കതിനെ മറികടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എഫെസോസ് ലേഖനം 6 അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഇന്ന് ദൈവം പറയുക, കരുത്തുള്ളവരാകുക. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പൊ ആരാണ് നിന്റെ വരുമാന മാർഗത്തിനെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, നിന്റെ സമാധാനത്തിനെതിരെ, നിന്റെ ജോലിയിലെ സുസ്ഥിരതയ്ക്കെതിരെ, നിന്റെ ഭദ്രതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത്? മനുഷ്യനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലാനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ദുഷ്ടന്റെ പ്രവർത്തനമാണ്, പൈശാചിക രൂപികളാണ്. അതാണ് സാത്താന്റെ കുടിലതന്ത്രം. അവന്റെ കുടിലതന്ത്രം എന്താ? അവന്റെ കുടിലതന്ത്രം ഇപ്പോൾ ഒരു ഉദാഹരണമായി, നിങ്ങളുടെ കൂടെ വർഷങ്ങൾ വർക്ക് ചെയ്തൊരു വ്യക്തി അവരൊരു മാനേജറായിട്ട് ഉയർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആ വ്യക്തി പ്രവർത്തിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? ആ വ്യക്തിയുടെ ഉള്ളിൽ പിശാചിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് കയറി. അവർക്ക് അധികാരം കിട്ടിയപ്പോൾ, ആന്തരിക മുറിവുള്ള വ്യക്തിയാണെങ്കിൽ, കർത്താവിൽ നിന്നുള്ള ആ സൗഖ്യം കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ, അങ്ങനെയുള്ളവർ അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ മുറിവിന്റെ ഉള്ളിലേക്ക് ജസബേലിക് സ്പിരിറ്റ്, ദുഷ്ടാരൂപികൾ കയറുക. ഈ കയറിയ സ്പിരിറ്റ് ഇരിക്കുമ്പോൾ കർത്താവിന്റെ പദ്ധതിയുള്ള വ്യക്തികൾ അവരുടെ അടുത്ത് വരുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാനും അസ്വസ്ഥപ്പെടുത്തുവാനും ഇങ്ങനെയുള്ള വ്യക്തികൾ ശ്രമിക്കുന്നു. ഉദാഹരണം, നിങ്ങളൊരു കാര്യത്തിന് ഒരു ബാങ്കിൽ ചെന്നു, ഒരു ഓഫീസിൽ ചെന്നു, ഒരു ഗവൺമെന്റ് ജോലി സ്ഥലത്ത് ഒരു ഓഫീസിൽ ചെന്നു, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു, ഡിലേ ആക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ മനുഷ്യനല്ല, ദൈവത്തിന്റെ വചനം പറയുകയാണ്, സാത്താന്റെ കുടിലതന്ത്രം അവൻ വ്യക്തികളെ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട 2 കാര്യം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് ആന്തരിക സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മുടെ കാര്യത്തിനകത്തൊരു ഡെലിവറൻസ് നടക്കട്ടെ, നമ്മുടെ കാര്യത്തിനകത്ത് അനുഭവം നടക്കണ്ടേ? നമ്മുടെ വരുമാന മാർഗം, വീട്ടിലെ കാര്യം, ജോലിക്കാര്യം, ഇതിനകത്തൊരു ഡെലിവറൻസ് വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ വിജയത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളോട് നമ്മൾ ശബ്ദിക്കണം. ഇപ്പോൾ ശബ്ദിച്ച്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ നാളുകളിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, എനിക്കെതിരെ തിരിക്കുന്ന, എൻ്റെ നന്മകളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളെ, നിങ്ങളുടെ കുടിലതന്ത്രത്തെ ഞാൻ മനസ്സിലാക്കുന്നു. നീ വ്യക്തികളെ ഞങ്ങൾക്കെതിരെ തിരിക്കുന്നെങ്കിൽ നിന്റെ കുടിലതന്ത്രത്തെ ഞാൻ മനസ്സിലാക്കുന്നു, നീ പരാജയപ്പെട്ടതാണ്. അധരം തുറന്ന് പറഞ്ഞേ, എല്ലാ ദുഷ്ടാരൂപികളും കാൽവരി മലമുകളിൽ യേശു ക്രിസ്തു ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം അവന്റെ മേൽ വിധി പുറപ്പെടുവിച്ചു. അവൻ പരാജയപ്പെട്ടവനായി. കൊളോസസ് 2:14-15 ആധിപത്യങ്ങളെ, അധികാരങ്ങളെ യേശു നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ഇന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന, നിന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ അത് ഏത് വ്യക്തികളുടെ ഉള്ളിലിരുന്നാലും ഇപ്പം മുതൽ അത് അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. കാരണം കുരിശിൽ യേശു അതിനെ പരാജയപ്പെടുത്തിയത്. എത്ര പവർഫുൾ പൊസിഷനിലാണെങ്കിലും അവർക്ക് അസ്വസ്ഥത തുടങ്ങുകയാണ്. കാരണം അവർ പരാജയപ്പെട്ടതാണ്. നീതിമാനായ വിധികർത്താവിന്റെ മുൻപിൽ അവർ നിൽക്കും, ഈ നിമിഷം നിൽക്കുകയാണ്. കാരണം അവർ കുരിശിൽ യേശു ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ മേൽ കർത്താവ് വിജയം നേടി. പെർമനന്റ് വിജയമാണ്. ഇപ്പൊ കർത്താവ് കാത്തിരിക്കുക, ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുകയാണ്. കാരണം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വീണുപോയ ദുഷ്ടന്മാരായ മാലാഖമാരുടെ ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പാദപീഠമാക്കണം. അവർ ഓൾറെഡി പരാജയപ്പെട്ടു. നമ്മൾ സുവിശേഷം പ്രഘോഷിച്ച്
ഇത് ഓരോ വ്യക്തികളുടെയും സ്പിരിറ്റ് റലത്തിനകത്ത് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ദുഷ്ടസാന്നിധ്യത്തെയും കർത്താവ് തന്റെ പാദപീഠമാക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ഇപ്പൊ വ്യക്തികളല്ലേ എതിരെ ദുഷ്ടാരൂപികളാണ്. ആ ദുഷ്ടാരൂപികളെ കർത്താവ് തന്നെ പാദപീഠമാക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കർത്താവിന്റെ പാദപീഠമാക്കി സമർപ്പിക്കുന്നു. അത് ഏത് വ്യക്തിയിലൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ആ ദുഷ്ടശക്തികളെ ഇന്ന് ഹെബ്രായർ 12:29 വചനം അയച്ച് ദൈവം ദഹിപ്പിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. ഹെബ്രായർ 12:29 വചനം എന്താ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ വചനം ഇറ്റ്സ് ഓൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയം വരും. ഏലിയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒരു സമൂഹം മുഴുവൻ ഏലിയക്കെതിരെ നിൽക്കുക. എല്ലാവരും ബാലിനെ ആരാധിക്കുകയാണ്. അവിടെ പോസിറ്റീവായിട്ട് ഒന്നുമില്ല. പക്ഷെ ഏലിയയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മൈ ഗോഡ് ഈസ് എ പവർഫുൾ ഗോഡ്. എൻ്റെ ദൈവം സർവശക്തനാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. നിങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ദൈവവുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ മെജോറിറ്റിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങും. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതിനെ ടേൺ അറൗണ്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്ത, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്ക്, ദൈവമേ ഇത് ഞാൻ മാത്രമാണല്ലോ. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഒരു സൈന്യം, സ്വർഗത്തിലെ 3-2 ദൂതന്മാരുടെ വലിയൊരു സൈന്യം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുവാണ്. നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് ആ ദൂതന്മാർ ഇറങ്ങി മൈനോറിറ്റി ആയിട്ടുള്ള ദുഷ്ടസൈന്യം ഈ ഭൂമിയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നതിന്റെ മേൽ നിങ്ങൾക്ക് വിജയം ഇപ്പോൾ യേശു നൽകുന്നു. ദൈവം നൽകുന്നു. ചിലതിനെ ടേൺ അറൗണ്ട് ചെയ്യിക്കുകയാണ്. ദുഷ്ടൻ വസിക്കുന്ന ചില വാസസ്ഥലങ്ങളെ ദഹിപ്പിച്ചുകൊണ്ട് ദൈവം ചില അത്ഭുത പ്രവൃത്തി ഈ സമയം നിങ്ങൾ നോട്ട് ചെയ്തോ, ദൈവം ചെയ്തിരിക്കുകയാണ്. ഹെബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദഹിപ്പിച്ചു കളയും. കണ്ണുനീരോടെ ദൈവത്തിന്റെ ഒരു മകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരും. കർത്താവിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നുവെന്ന്. നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്കയിലും അല്ലെ അയർലൻഡിലും ഒക്കെ ഞാൻ ചില സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അവിടെ വലിയ ഈശോയുടെ പിക്ചറായിട്ട് വലിയ സിംഹത്തിന്റെ പിക്ചർ വെച്ചേക്കും. വലിയ പിക്ചറാണ്. നമ്മുടെ കത്തോലിക്ക പള്ളികൾ അങ്ങനെ അധികം കാണാറില്ല. പക്ഷെ മേഷ്യാനിക് ജ്യൂസ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജൂതന്മാരുണ്ട്. അവരുടെയൊക്കെ ആരാധനാലയങ്ങളിൽ കർത്താവിനെ കാണിക്കുന്ന വലിയ സിംഹമായിട്ടാണ്. അതായത് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ സിംഹമായിട്ട് അവൻ ഇറങ്ങി വന്ന് ദുഷ്ടശക്തികളെ അവൻ തുടച്ചു നീക്കം ചെയ്യുന്ന ഒരു വലിയ അവന് ഷോഫാറൊക്കെ വെച്ചാണ് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുന്നത്. വളരെ മനോഹരമാണ്. ബ്യൂട്ടിഫുൾ ടു വാച്ച് ആൻഡ് സീ. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ദൈവമഹത്വം അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട്. കത്തോലിക്ക പള്ളികളിൽ അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചില രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദഹിപ്പിച്ചു കളയും അവൻ. ആരെ ദഹിപ്പിച്ചു കളയുന്നത്? ദുഷ്ടശക്തികളെ. കർത്താവ് നീതീകരിച്ചവരാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും. നീതീകരിച്ചവരെ അവിടുന്ന് വിശുദ്ധീകരിക്കും. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവിടുന്ന് മഹത്വപ്പെടുത്തും, ഗ്ലോറിഫൈ ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഇപ്പൊ ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മാനേജറും കുറേ ആൾക്കാർ നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങളൊരു സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിങ്ങൾ അതിനെ നേരിടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നീതീകരിക്കപ്പെട്ടവരായ നിങ്ങളെ ദൈവം വിശുദ്ധീകരിച്ച് പിന്നെ മഹത്വപ്പെടുത്തും. വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം നയിക്കും. വലിയ ഉയർച്ചയിലേക്ക് ദൈവം നയിക്കും. വലിയ നന്മയിലേക്ക് ദൈവം നയിക്കും. വലിയ നിറവിലേക്ക് ദൈവം നയിക്കും. ഹല്ലേലൂയ. ദുഷ്ടശക്തി ഉപയോഗിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരെ ദൈവം ദഹിപ്പിച്ചു കളയും. അവരെയല്ല, അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തികളെ ദൈവം ദഹിപ്പിച്ചു കളയും. അതാണ് ഹെബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പൊ അവർക്ക് സമാനമായ വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. കാരണം ദേ വെയർ അണ്ടർ ദ ഓപ്പറേഷൻ ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. അപ്പൊ ആ ഈവിൾ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകത്തിലൂടെ ദഹിപ്പിച്ചു കളയും. ഹെബ്രായർ ലേഖനം 12:28-29 വാക്യം. അപ്പൊ ഇന്ന് ഈ വാക്യം നിങ്ങൾ റിസീവ് ചെയ്യുക. സുസ്ഥിരമായ ഒരു രാജ്യത്തിൽ നമുക്ക് സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം?
നമ്മുടെ മനോഭാവം ഒന്നാമതായിട്ട് വി ആർ ദ സിറ്റിസൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ പൗരത്വം ലഭിച്ചവരാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിന്റെ മകനും മകളും. ആ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ആ പൗരത്വം കിട്ടുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇത് നമ്മുടെ വിശ്വാസമാണ്. ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് യേശുക്രിസ്തു നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ദൈവരാജ്യത്തിനകത്താണ് നമ്മളായിരിക്കുന്നത്. കൊളോസസ് 1:13. അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. അവിടുന്ന് തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിച്ചു, നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ ഏത് രാജ്യത്തിലാണോ ആയിരിക്കുന്നത് ആ രാജ്യത്തിന്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സംരക്ഷണമാണ്. അമേരിക്കൻ പൗരത്വമുള്ളവർക്ക് അമേരിക്കൻ കൺട്രിയുടെ USA സംരക്ഷണമാണ്. യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് യൂറോപ്യൻ യൂണിയന്റെ സംരക്ഷണം കിട്ടുവാണ്. ഓസ്ട്രേലിയയുടെ സംരക്ഷണം കിട്ടുവാണ്. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? സുസ്ഥിരമായ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന് ഇളക്കമില്ല. ഇത് യുദ്ധം വന്നോ സംഭവിക്കുമ്പോൾ ഇളകുന്ന രാജ്യമല്ല, ഇത് ഇളക്കമില്ലാത്ത രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ. ഈ ഭൂമിയിലുള്ള എന്തും പലതും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ ഒരിക്കലും ഇളകത്തില്ലെന്ന് ഓർത്ത് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഇളക്കമാണ്. അപ്പൊ സുസ്ഥിരമായ ഒരേ ഒരു രാജ്യം, അത് ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിന് ചക്രവർത്തിയാണ്. ഇളകാത്തതും ഇളക്കമില്ലാത്തതുമായ രാജ്യത്തിന്റെ രാജാവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇളകാത്തതും ഇളക്കമില്ലാത്തതുമായ രാജ്യത്തിന്റെ രാജാവാണ് കർത്താവായ യേശുക്രിസ്തു. സുസ്ഥിരമായ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, ചക്രവർത്തിയാണ് യേശുക്രിസ്തു. സുസ്ഥിരമാണ് ആ രാജ്യം, അൺഷേക്കബിൾ ആണ്, അതിന് തൊടാൻ പറ്റത്തില്ല. ഇത് സ്പിരിറ്റ് റലത്തിലാണ് നിൽക്കുന്നത്. അൺഷേക്കബിൾ ആയിട്ടുള്ള കുലുങ്ങാൻ പറ്റാത്ത, സാത്താന് പ്രവേശനമില്ലാത്ത. പഴയ നിയമത്തിൽ ജോബിനെ എതിരെ വാദിക്കാൻ സാത്താൻ സ്വർഗസ്ഥലങ്ങളിലൊക്കെ കയറി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു സ്വന്തം രക്തം കൊണ്ട് ആ സ്വർഗസ്ഥലത്തെ മുഴുവൻ സീൽ ചെയ്തേക്കുക. അങ്ങോട്ടൊന്നും അവനൊന്നും എൻട്രി ഇല്ല. ആ എൻട്രി ഇല്ലാത്ത ആ ടെറിട്ടറിക്കകത്ത് നമുക്ക് ദൈവം പൗരത്വം തന്നേക്കുവാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. എൻട്രി ഇല്ലാത്ത സ്പിരിറ്റ് റലത്തിനകത്തേക്ക്, ദുഷ്ടാരൂപികൾക്ക് എൻട്രി ഇല്ലാത്ത സ്പിരിറ്റ് റലത്തിൽ നിനക്ക് എൻട്രി ഉണ്ട്. കാരണം നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ആ എൻട്രി കിട്ടിയവന് വേണ്ടി ആ രാജ്യം ഇറങ്ങും. അതാണ് വചനം പറയുന്നത്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ദൈവരാജ്യത്തിൽ നിന്ന് ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ഉയർത്തുക. ആ സമയത്ത് സ്വർഗത്തിൽ വസിക്കുന്ന 2 മാലാഖമാർ, ഒരു ഗ്രൂപ്പാണ് താഴോട്ട് വീണ് ഈ പ്രശ്നങ്ങളൊക്കെ ഭൂമി സൃഷ്ടിക്കുന്നത്. ആ 2 സൈന്യം, സെയിന്റ് മൈക്കിൾ, സെയിന്റ് ഗബ്രിയേൽ, അവരുടെ ആ സൈന്യം ഇങ്ങോട്ടങ്ങ് ഇറങ്ങും. ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ സൈന്യം ഇറങ്ങും, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി ഇറങ്ങും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങും. ദൈവശക്തി ഇറങ്ങുമ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയാണവൻ. ആ ശക്തിക്ക് മുൻപിൽ ഈ ഭൂമിയുടെ ടെറിട്ടറിയിൽ നിൽക്കുന്ന മറ്റ് കൺട്രികൾ അല്ലെങ്കിൽ മറ്റ് ഡീമോണിക് റലം എല്ലാം ഇൻഫീരിയർ ആണ്. അവരെത്ര പവർഫുള്ളായ വ്യക്തികളുടെ ഉള്ളിൽ കയറി ഇരുന്നുകൊണ്ട് നിനക്കെതിരെ പ്രവർത്തിച്ചാലും അതിനെ നിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കി ആ ടെറിട്ടറിയെ പോലും ഇല്ലാതാക്കുന്ന ദൈവശക്തിയുടെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. രക്തം തെളിച്ചെന്ന് പ്രാർത്ഥിച്ചു, യേശുവിന്റെ രക്തം തെളിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ പെട്ടിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ കടന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ യേശുവെ, അവിടുത്തെ വിലയേറിയ രക്തം കൊണ്ട് ഞാൻ ആ വ്യക്തികളെ, ഞാൻ ആ സ്ഥലത്തെ, ഞാൻ എന്നെ തന്നെ കഴുകി പ്രാർത്ഥിക്കുന്നു, വിശദീകരിച്ച് പ്രാർത്ഥിക്കുന്നു, തളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി, ദ പവർ ഓഫ് ഹിസ് ബ്ലഡ് വിൽ മൂവ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മൾ ഏത് രാജ്യത്തിലാണോ നമ്മുടെ സുസ്ഥിരമായ പൗരത്വം, സുസ്ഥിരമായിട്ടുള്ള ആ ഒരു മെമ്പർഷിപ്പ്, ആ രാജ്യത്തിന് ശക്തി ഇറങ്ങുമ്പോൾ സ്പിരിറ്റ് തലത്തിലെല്ലാ ഏത് ജസബേലിക് സ്പിരിറ്റ് ആണെങ്കിലും അവരുടെ ടെറിട്ടറിയെ കർത്താവ് തൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ഇപ്പോൾ തകർത്ത് കളയും. വിശ്വസിക്കുക. ഹെബ്രായലേഖനം 10:13 ശത്രുക്കളെ തന്നെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. നമുക്കെതിരെ നിൽക്കുന്ന ആ റലത്തെ, ആ സ്പിരിറ്റ് റലത്തെ അവിടെ കർത്താവിനെ ഹൈജാക്ക് ചെയ്ത് തൻ്റെ പാദപീഠമാക്കുകയാണ് ഈ നിമിഷം. തൻ്റെ പാദപീഠമാക്കുവാണ് ഈ നിമിഷം. ദൈവം ചെയ്യുന്ന എല്ലാം പ്രസന്റൻസ് ആണ്. നമ്മൾ ഫ്യൂച്ചർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ദൈവം, ഈ വചനം എന്നുള്ള സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റിനകത്ത് നിന്ന് നമ്മൾ വചനം പ്രാർത്ഥിക്കുമ്പോൾ ആ സെക്കൻഡിൽ സംഭവിക്കും അത്ഭുതം. ദൈവം ഫ്യൂച്ചർ ടെൻസിലോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗോഡ് ഈസ് എ ലിവിങ് ഗോഡ്. ഇപ്പോൾ ഇത് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. റോമാലേഖനത്തില്
പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. റോമാലേഖനത്തിലെ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വചനമാണ്. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കണ്ടോ, സമാധാനത്തിന്റെ ദൈവം. അപ്പം ഇതിപ്പം നമ്മൾ മുമ്പേ കേട്ട വാക്യം കൂടെ ചേർത്ത് വെച്ചൊന്ന് വായിച്ച്. ഹെബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായം 28-ാം വാക്യം. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. സുസ്ഥിരമായ ഒരു രാജ്യം നമുക്ക് ലഭിച്ചു, ദൈവരാജ്യം. ആ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമുക്ക് പ്രവേശനം കിട്ടി. ഇതാണ് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നമുക്കിപ്പോഴും സമാധാനം ഉള്ളിൽ. ആ സമാധാനം വരുന്നത് നിശ്ചയമായും സുസ്ഥിരമായ ഒരു രാജ്യം, സുസ്ഥിരമായ രാജ്യമാണ് യേശുവിന്റെ രാജ്യം. ഇളക്കാത്ത രാജ്യം, ഇളക്കമില്ലാത്ത രാജ്യം, സമാധാനത്തിന്റെ രാജ്യം. ആ സമാധാന പ്രഭുവായ യേശുവിന്റെ രാജ്യത്തിലാണ് കോടാനുകോടി വർഷങ്ങൾ നമ്മുടെ ആത്മാവ് സുരക്ഷിതമായി നമ്മൾ ആകാൻ പോകുന്നു, അല്ലെങ്കിൽ ആയിരിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്കിപ്പോൾ ഈ ശരീരമുണ്ട്. അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, കർത്താവിന്റെ രാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, സ്പിരിച്വലി നമ്മൾ ഓൾറെഡി ആ രാജ്യത്തിന്റെ പൗരത്വം കിട്ടി, നമ്മൾ ആ രാജ്യത്തിന് ഉള്ളിലാണ്. എന്നാൽ ഭൂമിയിൽ നമ്മൾ മിഷനായി ദൈവം നിർത്തിയേക്കുവാണ്. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഫിസിക്കലി കർത്താവിന്റെ മേഘപ്രത്യക്ഷീകരണം, പിന്നീട് ഫിസിക്കലായിട്ടുള്ള ആ റൂളിൽ നമുക്കൊരു റിന്യൂഡ് ബോഡി, പുതിയൊരു ശരീരം പോലും ആ ലോകത്തിൽ ദൈവം നൽകുന്നതായിട്ട് ആ വചനത്തിൽ നമ്മൾ കാണുന്നത്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിപരീത സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കാരണം അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങൾക്കെതിരെ ഒരാൾ വൈരാഗ്യത്തോടെ, ശത്രുതയോടെ, ആങ്കറോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്പിരിറ്റ് ഓഫ് ആങ്കർ, ആ ദേഷ്യത്തിന്റെ അരൂപിയെ ഇന്ന് യേശുവിനെ കുരിശിലെ പാദപീഠത്തെങ്കിലേക്ക് അങ്ങ് സമർപ്പിച്ച് യേശുവിനെ കുരിശിൻ ചുവട്ടിൽ അവ തകർന്നടിയുകയാണ്. നിനക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ വാക്കുകളിലൂടെ പുറപ്പെട്ടിട്ടുള്ള ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ, നിങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ ജീവിതത്തിനെതിരെ ആൾക്കാർ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന, ദേഷ്യത്തിലൂടെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന ശാപവാക്കുകളുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലേക്ക്, കർത്താവിന്റെ ആണിപ്പഴുതുകളിലേക്ക് ആ ശക്തികളെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അവയെ നീ നിന്റെ പാദപീഠമാക്കിയതിനായി ഞാൻ നന്ദി പറയും. ഇപ്പം തന്നെ ശക്തി വിട്ടു, ദുഷ്ടശക്തികൾ വിട്ടു. നിങ്ങൾക്കെതിരെ ആരെങ്കിലും ആഭിചാരം ചെയ്യുന്നു, മന്ത്രവാദം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. കാരണം എത്ര വലിയ ആഭിചാരകനാണെങ്കിലും അവന്മാരെ ആക്ടിവേറ്റ് ചെയ്ത് വിടുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ് പോയിട്ടുള്ള ആ ഏഞ്ചൽസിന്റെ പവേഴ്സാണ്. ആ പവേഴ്സിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി ശക്തി, 3-2 മാലാഖമാര് സ്വർഗത്തിൽ തന്നെയുണ്ട്. അവ ആർക്കാണ് അതിന്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത്? ദൈവരാജ്യത്തിന്റെ പൗരത്വം കിട്ടിയ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് അതിന്റെ ഫുൾ പവറും ഭൂമിയിൽ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ദിസ് ഈസ് എ ട്രൂത്ത്, പ്ലെയിൻ ട്രൂത്ത് ആണ്. ഹല്ലേലൂയ. ഇപ്പൊ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഡൊണാൾഡ് ട്രംപിൽ അമേരിക്ക വിസ കിട്ടിപ്പോയ ഒരുപാട് പേരുണ്ട്. വിസിറ്റിംഗ് വിസ കിട്ടിയവരുണ്ട്, അമേരിക്ക വർക്ക് വിസ കിട്ടിയവരുണ്ട്. എല്ലാം മനുഷ്യർ തന്നെയാണ്. എന്നാൽ അമേരിക്കൻ സിറ്റിസൺസ് ഉണ്ട്, അമേരിക്കൻ ബോൺ സിറ്റിസൺസ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആർക്കാ? അവിടുത്തെ സിറ്റിസൺസിനാണ്, പൗരത്വം കിട്ടിയവർക്കാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം ഇറങ്ങുക. സെയിം കാര്യമാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ദൈവരാജ്യം, സുസ്ഥിരമായ ഒരു രാജ്യം നമുക്ക് ലഭിച്ചതിൽ നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് ആ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി ഇറങ്ങുകയാണ്. സമാധാനത്തിന്റെ ദൈവം. ഇന്ന് ദൈവശക്തി ഇറങ്ങുമ്പോൾ ഉള്ളിൽ ആദ്യം നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം. ആരൊക്കെ എന്നതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ എന്നതൊക്കെ എവിടെയൊക്കെ ഇരുന്ന് പറഞ്ഞാലും പടച്ചു വിട്ടാലും അതിനെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ആ സമാധാനത്തിന്റെ ദൈവം സാത്താനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. അതിനെ തുറന്ന് പറഞ്ഞേ, ടെറ്റലസ്റ്റായി, പിശാചെ നിങ്ങൾ തകർത്ത് കളയും. എനിക്ക് പരിചയമുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ ഭയങ്കര നമ്മുടെ മലയാളത്തിലെ കുറെ പാട്ടുകളൊക്കെ പാടി. അവർ ഓസ്ട്രേലിയയാണ്.
അപ്പോൾ ഞാൻ 2008 20 വർഷം മുമ്പ് ഞാൻ അവരുടെ ലൈഫിൽ വളരെ ഒരു സ്ട്രഗിൾ ആയിട്ടുള്ള പീരീഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു ടെസ്റ്റിമണിയാണ്. അവർ ലൈഫിലെ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരിങ്ങനെ അവരെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കും വീട്ടിൽ. എങ്ങനെയാണെന്ന് അറിയാം, വെളിപാട് പുസ്തകം തുറന്നു വെച്ച് സാത്താൻ്റെ അവസാനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് സാത്താനോട് പറയും, നിന്റെ അവസാനം ഇതാണ്, നിന്റെ അവസാനം ഇതാണ്. ചിലപ്പോൾ സാത്താൻ നമ്മുടെ മനസ്സിൽ വന്ന് പറയും, നീ പരാജയപ്പെട്ടവനാ, നീ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ബാഡ് ആയിട്ടുള്ള ചിന്തകളും തോട്ട്സൊക്കെ നമ്മുടെ മനസ്സിൽ സാത്താൻ കൊണ്ടിടുമ്പോൾ നമ്മൾ സാത്താനോട് പറഞ്ഞു, നിന്നെക്കാളും വലിയ ഭൂലോക പരാജയം വേറെ ആരാ ഉള്ളത്? ഏറ്റവും വലിയ പരാജയപ്പെട്ടവനാണ് നീ എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ട തീരുമാനം. സ്വർഗത്തിൽ ഇത്രയും വലിയ പൊസിഷൻ ഉണ്ടായിരുന്ന നീ എടുത്ത തീരുമാനം റോങ് ആയിപ്പോയി. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുവാണ്. റോമാലേഖനം 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിന്റെ ഗാർഡിയൻസ് ആയിരുന്നു 3 പേര്, മൈക്കിൾ, ഗബ്രിയേൽ, ലൂസിഫർ. ദൈവത്തിന്റെ നീതിയുടെ ഗാർഡിയൻസ് ആകേണ്ടവരാണ് ഇവർ. അപ്പൊ പുള്ളി അവിടുന്ന് താഴെ പോയെങ്കിലും പുള്ളി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് ആ ഗാർഡിയൻ ആണെന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ 2 മെയിൻ ഗാർഡിയൻസ് ആണ്, മൈക്കിൾ ആൻഡ് ഗബ്രിയേൽ. ആൻഡ് വി ഓൾസോ ബിലീവ് റഫായൽ, സെയിന്റ് റഫായൽ. പക്ഷേ വാസ്തവത്തിൽ യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ രഹസ്യങ്ങൾ നമ്മൾ ആഴമേറി പഠിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ അറിയേണ്ട കുറെ തലങ്ങളുണ്ട്. അതാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ആഴമേറി ഡൈമെൻഷൻ ഉണ്ട്. ദൈവം ക്രൂശിൽ മരിച്ച സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ ഭയാനകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ആനന്ദവും കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളതിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യോ ദൈവമേ, ഇത്രയും വലിയ കാര്യങ്ങളാണല്ലോ നീ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത്. നമ്മുടെ ബുദ്ധിക്കൊക്കെ അതീതമായി ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ദൈവം ജീവന്റെ വൃക്ഷത്തിൽ കുരിശിൽ കടന്നുകൊണ്ട് നമുക്ക് വേണ്ടി അവിടുന്ന് പൂർത്തീകരിച്ചത്. പക്ഷെ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ ഇന്ന് യേശുവിന്റെ സാത്താനമേൽ വിജയം നേടിയ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 16:20 അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നമ്മുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. അതാണ് തൊട്ടടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ? സാത്താന്റെ ആധിപത്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി തകർക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താണ് യേശു ക്രിസ്തുവിന്റെ കൃപ? 2 കൊരിന്തോസ് 8:9 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ അറിയേണ്ടതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ. എന്നോ ഈ കൃപ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ വിട്ടുപോകും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് വേണ്ടി തന്നെ. ഇതാണ് കൃപ, സാത്താൻ പരാജയപ്പെട്ട കൃപ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും, ചക്രവർത്തിയായിരുന്നിട്ടും, പ്രപഞ്ച സൃഷ്ടാവായിരുന്നിട്ടും, സകലത്തിന് മേലും അധികാരമുള്ളവനായിരുന്നിട്ടും, സകലത്തെ അടക്കി വാഴുന്നവനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവിടെ നിങ്ങളെ പ്രതി എന്നുള്ള സ്ഥലത്ത് നമ്മുടെ പേരിടണം. അനീഷിനെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ അനീഷ് സമ്പന്നനാകുന്നതിന് വേണ്ടി, നിങ്ങൾ സമ്പന്നനാകുന്നതിന് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നു, നമ്മുടെ ഇടയിലേക്ക് അവൻ കടന്നു വന്നു. ഇത് സാത്താന്റെ ഫ്രെയിമിൽ ഇല്ലാത്തൊരു കാര്യം, അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത്രയും ചെറിയതായിട്ട് കർത്താവ് മാറുവാണ്, ചെറുതാവുകയാണ്, നമുക്ക് വേണ്ടിയാണ്. ഇറ്റ്സ് ഫോർ മീ. സാത്താൻ ഇങ്ങനെ പല രീതിയിൽ അസ്വസ്ഥ സൃഷ്ടിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ ഇങ്ങനെ പറയുവാണ് ഗലാത്യർ 2:20 ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. എൻ്റെ ഇനിയുള്ള ജീവിതം എന്നുള്ളത് എനിക്ക് വേണ്ടി ബലിയായിത്തീരുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇതൊരു ടോപ്പ് സീക്രട്ടാണ്. സാത്താന്റെ മേലുള്ള കർത്താവിന്റെ ആധിപത്യം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന ടോപ്പ് സീക്രട്ട് എന്നാ? എനിക്ക് വേണ്ടി ദൈവപുത്രൻ തന്നെ ബലിയാക്കി. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക്, 10,000-കണക്കിന് ക്രിസ്ത്യാനികളൊക്കെ ഭൂമിയിൽ കോടിക്കണക്കിന് പേര് കാണും. പക്ഷെ അതല്ല, എനിക്ക് വേണ്ടി ദൈവപുത്രൻ ബലിയായി തീർന്നു. സാത്താനെ, എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ രാജാവ് എനിക്ക് വേണ്ടി ബലിയായി തീർന്നു. അവൻ എന്നെ പ്രതി ദരിദ്രനായി തീർന്നു, ഞാൻ സമ്പന്നനാകുന്നതിന് വേണ്ടി. അതാണ് ഏറ്റവും വലിയ കൃപ. അതാണ് എൻ്റെ കർത്താവിന്റെ കൃപ. ആ കൃപ എനിക്ക് വേണ്ടി ഉള്ളിടത്തോളം സമാധാനത്തിന്റെ ദൈവം
നിന്നെ എൻ്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഇന്ന് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസ്വസ്ഥതകളെല്ലാം ഇപ്പോൾ അവസാനിക്കുവാണ്. കാരണം എന്താ? കർത്താവിന്റെ കൃപ, വേറൊന്നുമല്ല. കർത്താവിന് നിന്നോടുള്ള സ്നേഹം, കർത്താവിന് നിന്നോടുള്ള താല്പര്യം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അയ്യോ, നിന്നെ പ്രതി ഇത്രയും വലിയ സമ്പത്ത്, ഇത്രയും വലിയ ഉന്നതി, ഇത്രയും വലിയ പദവി സകലതും വിട്ടുപേക്ഷിച്ച് പുള്ളി ഭൂമിയിലോട്ട് ഇറങ്ങുവാണ്. എന്നാത്തിനാ ഇറങ്ങിയേ? സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് വീണുപോയിട്ടുള്ള സകല സ്പിരിറ്റിന്റെയും പിടുത്തത്തിൽ പോയ തൻ്റെ മക്കളെ വിടുവിക്കുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്ന് അവരുടെ ആവാസ കേന്ദ്രങ്ങളായി തീർന്ന മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ട്, ക്രൂശിക്കപ്പെട്ട്, കുരിശിൽ കടന്നുകൊണ്ട് പരിഹാര ബലിയായി തീർന്ന്, ഏത് നിയമമാണോ ദൈവം നന്മയ്ക്കായിട്ട് കൊടുത്ത് അതേ നിയമത്തെ മനുഷ്യന്റെ ശാപത്തിനും മനുഷ്യനെ കൂടുതൽ ബന്ധനത്തിലാക്കുന്നതിനും വേണ്ടി സാത്താൻ ഉപയോഗിക്കുമ്പോൾ, ആ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചുകൊണ്ട് സ്വന്തം രക്തത്തിലൂടെ പുതിയ നിയമം എഴുതി മനുഷ്യന് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുത്ത് അവനെ പുതിയ സൃഷ്ടിയാക്കി തീർത്ത് തന്നിലൂടെ പിതാവാൻ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ച് ദൈവം നമ്മളെ എല്ലാവരെയും സ്വന്തം രക്തത്തിലൂടെ നീതീകരിച്ചു. അതുകൊണ്ട് 2 Corinthians 5:21 നമ്മൾ കാണുന്നത്, നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. പിശാചിനെ അപമാനിപ്പിക്കുവാൻ നോക്കുമ്പോൾ അവൻ അപമാനിപ്പിക്കാൻ നോക്കുന്നത് യേശുവിനെയാണ്. പിശാച് തകർക്കാൻ നോക്കുന്നത്, നിന്റെ ഉള്ളിലിരിക്കുന്ന യേശുവിനെ തകർക്കാൻ അവൻ ശ്രമിക്കുന്നത്. പക്ഷെ അവന് തകർക്കാൻ പറ്റത്തില്ല. നിന്റെ സമാധാനത്തെ, നിന്റെ നന്മകളെ, നിന്റെ സ്വസ്ഥതകളെ, നിന്റെ സൽപ്പേരിനെ അപഹരിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ 100 ഇരട്ടി അഭിഷേകം നൽകി നിന്റെ സൽപ്പേരിനെ, നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ ഉയർച്ചയെ ദൈവം കരങ്ങളിലെടുത്ത് ഉയർത്തും. അത് ദൈവം ഉയർത്തും. നഷ്ടപ്പെട്ട നന്മകളെ 100 ഇരട്ടിയായി മടക്കി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഹി ഈസ് നോട്ട് ഡെറ്റർ ടു എനിവൺ. പക്ഷെ നമ്മൾ ആ കർത്താവിന്റെ കൃപയ്ക്കകത്ത് മറഞ്ഞിരിക്കുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ, ഈ ഒരു ജൂലൈ മാസം അതിന്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശുവിന്റെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട ഈ ഒരു മാസക്കാലം, ആ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെയുള്ള വലിയ ഡെലിവറൻസുകൾ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൈശാചിക ശക്തികളുടെ മേൽ സ്വർഗത്തിന്റെ രാജാവ് നേടിയെടുത്ത വിജയത്തിന്റെ ഡിക്ലറേഷൻ ഹെബ്രായർ 12:29 വചനത്തിന്റെ ശക്തിയിലൂടെ ദഹിപ്പിക്കപ്പെടേണ്ടവ ദഹിപ്പിക്കപ്പെടട്ടെ. ഹെബ്രായർ 12:29 വചനം അവിടുത്തെ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ അയച്ചവനെ, ഇന്ന് ദൈവത്തിന്റെ മക്കൾ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈശോയെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന നിമിഷം ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ ഫയർ, ദൈവത്തിന്റെ അനോയിറ്റിംഗ് ഈ നിമിഷം അസ്വസ്ഥതകളുടെ താഴ്വരകളിലേക്ക് അവിടുന്ന് അയക്കുന്നതിനായി നന്ദി പറയുന്നു. അസ്വസ്ഥതകളുടെ താഴ്വരകളിലേക്ക് അവിടുത്തെ ശക്തി ഇറങ്ങി നിൽക്കുമ്പോൾ ദുഷ്ടന്റെ ശക്തികളെ കീറിക്കളയുന്ന, ദുഷ്ടന്റെ സാന്നിധ്യം വഹിക്കുന്ന വ്യക്തികളെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രൂപികളെ, അവയെ ദഹിപ്പിച്ച് കളയുന്ന ദൈവത്തിന്റെ മഹാശക്തി ഇപ്പോൾ വെളിപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നമ്മുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. റോമ 16:20 തകർത്ത് കളയും എന്ന് തന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. തകർക്കുമായിരിക്കുമായിരിക്കുന്നല്ല, തകർത്ത് കളയും. പിന്നെ അവൻ എന്താ? പാദപീഠം. ആരുടെ പാദപീഠം? യേശുവിന്റെ പാദപീഠം. അതിനായിട്ടാണ് അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു വസിക്കുന്ന മന്ദിരത്തെ നശിപ്പിക്കാൻ നോക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വചനത്തിൽ പറയുന്നു. 1 Corinthians 6 ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാൻ കർത്താവ് എനിക്ക് വലിയൊരു പ്രേരണ നൽകുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. 1 Corinthians 6 നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. യേശുക്രിസ്തുവിനോട് സംയോജിച്ചവൻ അവിടുത്തോടൊപ്പം ഏക ആത്മാവായി തീരുന്നു. അതിന്റെ 19 വാക്യത്തിൽ നമ്മൾ കാണുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പറഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെങ്കിൽ എൻ്റെ വീട്ടിലെ, എൻ്റെ ജോലി സ്ഥലത്തെ, എൻ്റെ ബിസിനസ്സിലെ, എൻ്റെ വരുമാന മാർഗത്തെ അതാരുടെയാ? യേശുവിൻ്റെയാ. ഇപ്പൊ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവനെതിരെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ ആരുടെ ശത്രുവാ?
കർത്താവിന്റെ ശത്രു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. Thank you, Jesus. Thank you, Holy Spirit. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇഫ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. ഇപ്പം നമ്മൾ പേഴ്സണലായിട്ട് നമ്മളുടെ ആ ഒരു പാപത്തിന്റെ അവസ്ഥ മാത്രമല്ല, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ, നിങ്ങളെ ഉന്മൂലനം ചെയ്യുവാനും അസ്വസ്ഥപ്പെടുത്തുവാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും വരുമാന മാർഗത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും ശ്രമിക്കുന്ന ആ പൈശാചിക ശക്തികളെ കർത്താവ് ഇന്ന് ഈ വചനങ്ങളുടെ ശക്തിയാൽ, റോമ 16:20, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് കർത്താവ് തകർത്ത് കളയും ആ ശക്തികളെ. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ സാത്താനെ നമ്മുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ടുഡേ ഈസ് ദ ഡേ. ബിലീവ് ഇറ്റ് റൈറ്റ് നൗ. ഇപ്പോൾ അത് സംഭവിക്കുന്നു. കർത്താവ് തകർത്ത് കളയും. യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം നമുക്ക് സംരക്ഷണമായി വെളിപ്പെടുന്നു. ആ തിരുരക്തത്തിന്റെ ശക്തിയെ ഇന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നു. ഒരു തുള്ളി രക്തം ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എതിരായിട്ട് നിൽക്കുന്ന സകല വാദമുഖങ്ങളെയും കർത്താവ് തകർത്ത് തന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിലൂടെ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു. എല്ലാ ബോണ്ടേജുകളെയും ബ്രേക്ക് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മളെ അഭിഷേകം ചെയ്യുന്നു. എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന യേശുവേ, ഇവിടെ എഴുതപ്പെടുന്ന പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി അവിടുന്ന് അയച്ച് കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയിലൂടെ എല്ലാം അവിടുന്ന് ക്രൂശിൽ പൂർത്തീകരിച്ചു. എവ്രിതിങ് ഇസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. അവിടുന്ന് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് ഞങ്ങളെ നീതീകരിച്ചതിനായി നന്ദി പറയും. അതാണ് നമ്മുടെ വിശ്വാസം. He finished everything for us on the cross. അതാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് വേണ്ടി അവൻ സകലതും ചെയ്തു കഴിഞ്ഞു. ആ ചെയ്തു കഴിഞ്ഞ ദൈവം നമ്മളെ സുസ്ഥിരമായ ഒരു രാജ്യത്തിന്റെ ഉള്ളിലേക്ക് ആക്കിയിരിക്കുന്നു. ആ സുസ്ഥിരമായ രാജ്യത്തിനകത്താണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താ? ഇളകാത്ത രാജ്യത്തിനകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഹെബ്രായർ 12 നമ്മൾ ആദ്യം കേട്ട വാക്യം, ഹെബ്രായർ 12:27 മുതലുള്ള വാക്യം. ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണിത്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. സുസ്ഥിരമായ ഒരു രാജ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കാം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ലൂക്ക 10:19, കൊളോസസ് 2:14-15 വചനത്തിന്റെ ശക്തിയാൽ, 1 പത്രോസ് 1:23 വചനത്തിന്റെ അഭിഷേകത്തിനാൽ, യോഹന്നാൻ 1:14 വചനത്തിന്റെ ശക്തിയിൽ, യോഹന്നാൻ 3:16 വചനത്തിന്റെ അഭിഷേകത്തിനാൽ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവരാജ്യത്തിന്റെ പൗരത്വം ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ രാജ്യത്തിന്റെ ശക്തിയിൽ, നിന്റെ നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ശബ്ദിക്കുന്ന എല്ലാ നാവുകളെയും ഇടപെടുന്ന ദുഷ്ടശക്തികൾ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സകലതിനെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ മഹാപ്രവൃത്തിയുടെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുന്നതിനായി നന്ദി പറയും. ലൂക്ക 10:16 വചനത്തിന്റെ അഭിഷേകം, 10:19 വചനത്തിന്റെ അഭിഷേകം, യോഹന്നാൻ 19:30, കൊളോസസ് 2:14-15, 1 പത്രോസ് 1:16, 1:23, 1 പത്രോസ് 1:18 വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിനെ ബന്ധിച്ച് ശത്രുക്കളെ തന്റെ പാദപീഠമാക്കി. ഹെബ്രായർ 10:13 വചനം ഇന്ന് വെളിപ്പെടുത്തി. റോമ 16:20 അവിടുന്ന് തന്റെ ഞങ്ങളുടെ കാൽക്കീഴിലാക്കി സാത്താനെ തകർത്ത് കളഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ കൃപ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ നാളുകളിൽ അനുഭവിച്ച സകല സഹനങ്ങൾക്കും പ്രതിഫലമായുള്ള അഭിഷേകവും വിടുതലും അനുഗ്രഹവും ഇന്ന് അവിടുന്ന് പ്രദാനം ചെയ്തതിനായി നന്ദി പറയുന്നു. പരസ്പരം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹം, എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹം ഞങ്ങളുടെ കൂടെ വെളിപ്പെടട്ടെ. പുത്രനാം യേശുവിന്റെ കൃപ, സമ്പന്നനായിരുന്നിട്ട് ഞങ്ങളെ പ്രതി ദരിദ്രനായി തീർന്ന്
ഞങ്ങളെ സമ്പന്നനാക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മാലാഖമാരെ അയച്ച് സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. വിട്ടുപിരിയാത്ത സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ. ആമേൻ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. തമ്പുരാന്റെ അമ്മ മക്കളായ നമുക്ക് വേണ്ടി എപ്പോഴും അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഒരു പ്രാർത്ഥന നമ്മുടെ പ്രൊട്ടക്ഷനാണ്. ഭയങ്കര പ്രാർത്ഥനയാണ്. മക്കളാണ് നമ്മൾ. മക്കളെങ്കിലും അവകാശികളാണ്. അമ്മയുടെ പ്രാർത്ഥന എന്താ? പരിശുദ്ധ അമ്മയെ, തമ്പുരാന്റെ അമ്മയെ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. എല്ലാവരും പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ലെറ്റ്സ് പ്രേ ഫോർ ഈച്ച് അതർ. ഗോഡ് ബ്ലെസ് യു.